അടിച്ചു മാറ്റിയ ചെടികൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിൽപ്പുണ്ടോ? എങ്കിൽ സൂക്ഷിച്ചോളൂ കേട്ടോ. എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. വെറുതെ പറഞ്ഞാണ് കേട്ടോ, പേടിക്കൊന്നും വേണ്ട. കാര്യം മനസ്സിലായില്ലേ? അടുത്ത വീട്ടിൽ നമ്മൾ അവരോട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ കൊണ്ടുവന്നിട്ടുള്ള ചെടികൾ ഇത് ആ കൂട്ടത്തിൽ പെടില്ല കേട്ടോ. ഇത് ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിയോട് ചോദിച്ച് ശംഖുപുഷ്പത്തിൻ്റെ സീഡ് വാങ്ങിയതാണ്. ആളെനിക്കൊരു പ്ലാന്റ് തന്നു. പ്ലാന്റ് പക്ഷേ നമ്മുടെ വൈറ്റ് ശംഖുപുഷ്പത്തിൻ്റെ ആയിപ്പോയി കേട്ടോ. ഇത് ഇഷ്ടംപോലെ സീഡ് എനിക്ക് തന്നു. ഞാൻ എല്ലാം പാകി ഇതുപോലെ ഇഷ്ടം പോലെ പൂവുണ്ടായി കേട്ടോ. ഇനി കഴിഞ്ഞ ദിവസം കുറച്ചധികം ദിവസമായിട്ട് നോട്ടം വെച്ചൊരു പ്ലാന്റ് കൈ കിട്ടിയതാണ് കേട്ടോ. ഇത് നല്ല റെഡ് കോസ്മോസ് കേട്ടോ. എൻ്റെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന് ഇത്തിരി യെല്ലോ ഷെയ്ഡ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല റെഡ് പൂവാണ്. പറമ്പിൽ ജാതിക്ക പറക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്ന് കാണും കേട്ടോ, ആ വീടിൻ്റെ സൈഡിലും വഴിയിലും ഒക്കെ ഈ പ്ലാന്റ് നിൽക്കുന്ന നമ്മുടെ നല്ല റെഡ് കോസ്മോസ്. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണത്. പിന്നെയുള്ള പ്ലാന്റാണ് ഈ ഒരു യെല്ലോ ജമന്തി കേട്ടോ. ഇതിൻ്റെ പൂവാണ് നമ്മുടെ ചാനലിൻ്റെ തമ്പലൈനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ അടിച്ചു മാറ്റി എപ്പോഴാണ് കൊണ്ടുവന്നതെന്നല്ലേ? കഴിഞ്ഞ കൊല്ലം കൊച്ചിനെ അംഗൻവാടി വിട്ട ടൈമിലാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ ഞാൻ ഒപ്പിച്ചത്. നിങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ കാണുമല്ലോ അല്ലേ? പിന്നെ ഒരു പ്ലാന്റാണ് നമ്മുടെ പീനട്ട് പ്ലാന്റ്. ഇത് പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നീട് എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ തേടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാന്റും കണ്ടിട്ടത്. അപ്പോൾ നടന്ന് പോകുന്ന വഴിക്ക് ചെറിയൊരു കമ്പ് അങ്ങ് ഒടിച്ചുകൊണ്ട് പോന്നു. അടിച്ചു മാറ്റിയതല്ല, വെറുതെ ഒരു ചെറിയ കമ്പ് ഒടിച്ചുകൊണ്ടിങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ നട്ടുപിടിപ്പിച്ചാണ് ഈ കാണുന്ന പച്ച പരവതാനി. ഈ റോസൊന്നും ആ ഇനത്തിലേ പെടുന്നതല്ല കേട്ടോ. ഇതെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് കുത്തി പിടിപ്പിച്ചുണ്ടാക്കിയ റോസ് പ്ലാന്റുകളാണ്. എല്ലാത്തിലും നിറയെ പൂവാണ്. നാടനായതുകൊണ്ട് തന്നെ വലിയ കേടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കും. നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ പരിസരത്തോടെ നമ്മൾ കടന്നു പോയാൽ തന്നെ അറിയാം, ഞാൻ ഇതിലെയാണല്ലോ പോയെന്ന് നമ്മളെ തന്നെ അറിയിക്കും കേട്ടോ. അത്രയ്ക്ക് മണമാണ്. നമ്മൾ ഓൺലൈനിൽ വാങ്ങി വെച്ച ബഡ് റോസാണിത്. മൊട്ട് വന്നിട്ടുണ്ട്. ഏത് കളറാണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി നഴ്സറി പോകുമ്പോൾ 1-2 റോസൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഏതാണ് പൂവെന്ന് അറിഞ്ഞിട്ട് വേണം. പിന്നെ ഫ്ലോക്സ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാകുമെന്ന് എനിക്കറിയാം കേട്ടോ. ഇത് ഉച്ചയ്ക്കെടുത്ത വീഡിയോ ആണ്. ചെറിയൊരു വാട്ടം നമ്മുടെ പ്ലാന്റിലുണ്ട്. ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ചില്ല കേട്ടോ. അതിൻ്റെയാണ് ഈ വാട്ടം. പിന്നെ ശരിക്കും ചോദിക്കാതെയും പറയാതെയും അടിച്ചു മാറ്റിയ ചെടി അതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സത്യമായിട്ടും ഈ ചെടി ഞാൻ അടിച്ചു മാറ്റിയത് തന്നെയാണ് കേട്ടോ. ആ വീട്ടിൽ ആളില്ല എന്നോർത്താണ് ഞാൻ ഈ പ്ലാന്റ് പറിച്ചത്. പിന്നീടാണ് പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ആൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്ലാന്റിൽ നിന്ന് വിത്ത് പാകി കിട്ടിയതാണ് കേട്ടോ ഈ പ്ലാന്റുകളെല്ലാം. അപ്പോൾ ഇതുപോലെ അടിച്ചു മാറ്റിയ ചെടികളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് നാളെ കാണാം.